ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. 2016-17 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. എയർ കണ്ടീഷൻ പ്ലേ ക്ലാസ്, ആധുനിക സംവിധാനങ്ങളോടുകൂടിയ പ്രത്യേക KG സെക്ഷൻ, ഉന്നത നിലവാരമുള്ള അധ്യാപകർ, കരാട്ടെ, യോഗ ക്ലാസുകൾ, ചിട്ടയായ അധ്യാപനം, മികച്ച അച്ചടക്കം, വിശാലമായ ലൈബ്രറി, കമ്പ്യൂട്ടർ, സയൻസ്, മാത്സ് ലാബുകൾ, കുട്ടികളിലെ കലാകായിക രംഗത്തെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് ആർട്സ് ആൻഡ് സ്പോർട്സ്, മ്യൂസിക്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ട്രെയിനിംഗ്. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീജേഷ്. പ്രധാന വാർത്തകൾ. പുനലൂരിൽ സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് K. രാജു LDF സ്ഥാനാർത്ഥി. UDF BJP സ്ഥാനാർത്ഥികൾ ആരെന്ന് തീരുമാനമായില്ല. റവന്യൂ മന്ത്രി അടൂർ പ്രകാശിനെതിരെ ദളിത് മുന്നേറ്റ സമിതി നേതാവിന്റെ രൂക്ഷ വിമർശനം. റവന്യൂ മന്ത്രി വൻകിട മൂലധന മാഫിയകളെ സഹായിക്കുന്നതായും ആക്ഷേപം. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇനി ഭയം കൂടാതെ ഓട്ടോയിൽ യാത്ര ചെയ്യാം. അഞ്ചലിൽ നിർഭയ പദ്ധതിക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. പുനലൂർ സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് K. രാജു LDF സ്ഥാനാർത്ഥി. UDF BJP സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. CMB സ്ഥാപക നേതാവ് MB രാഘവനെയും KPCC ട്രഷറർ ജോൺസൺ എബ്രഹാമിനെയും പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് വീണ്ടും കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ CPI രംഗത്തിറക്കിയിരിക്കുന്നത്. മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ജനകീയനായ ജനപ്രതിനിധി എന്ന ഖ്യാതിയും അഡ്വക്കേറ്റ് K. രാജുവിന് ഗുണം ചെയ്യുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. 2006-ലും 2011-ലുമാണ് അഡ്വക്കേറ്റ് K. രാജു മത്സരരംഗത്തിറങ്ങിയത്. കന്നി അംഗത്തിൽ തന്നെ MBRനെ തറവറ്റിച്ചു. 2011-ൽ KPCC ട്രഷറർ ജോൺസൺ എബ്രഹാമിനെയും പരാജയപ്പെടുത്തി. 18,005 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് 2011-ൽ വിജയിച്ചത്. മണ്ഡലത്തിൽ സ്വീകാര്യനായ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് സിറ്റിംഗ് MLAയെ തന്നെ CPI പോരിനിറക്കിയത്. UDFിലാകട്ടെ ഇനിയും കാര്യങ്ങൾ തെളിഞ്ഞിട്ടില്ല. ആരാണ് സ്ഥാനാർത്ഥിയെന്നോ ഏതു പാർട്ടിയാണ് മത്സരിക്കുന്നതെന്നോ വ്യക്തമായിട്ടില്ല. BJPയും സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കുളത്തൂപ്പുഴ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ചടങ്ങിൽ തിരിച്ചറിയൽ കാർഡുകളും വിതരണം ചെയ്തു. കുളത്തൂപ്പുഴ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അജയ് കുമാർ, പുനലൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ AMVI അജിത് കുമാർ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഹെൽമെറ്റിന്റെ കാര്യമായിക്കോട്ടെ, സീറ്റ് ബെൽറ്റിന്റെ കാര്യമായിക്കോട്ടെ, മൊബൈൽ ഫോണിന്റെ കാര്യമായിക്കോട്ടെ, മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതിന്റെ കാര്യമായിക്കോട്ടെ, അശ്രദ്ധമായി വാഹനവും റോഡ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചായിക്കോട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് പലതരത്തിൽ തെറ്റായി പെരുമാറുന്നതായിക്കോട്ടെ, ഇമാതിരി കാര്യമെല്ലാം തെറ്റും ശരിയും എന്താണെന്ന് ഇരിക്കുന്ന എല്ലാവർക്കും അറിയണം. അറിയാത്ത ആരെങ്കിലുണ്ടോ? ഞാനീ പറഞ്ഞ ഇത്രയും പോയിന്റുകളിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെയായിരിക്കണം, എന്താണ് നിയമം പറയുന്നതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അതൊക്കെ തന്നെ ഞാനിവിടെ പറയാൻ പോകുന്നത്. അല്ല, ആര് വന്നാലും ഇനി അതേ പറയാനുള്ളൂ. അപ്പോൾ പുതിയതായി ഒന്നും പറയാനില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ ഇതെല്ലാം അറിഞ്ഞിട്ടും നമ്മളിത് പാലിക്കുന്നുണ്ടെങ്കിൽ ഇത്തരം ക്ലാസ്സുകളുടെ ഒന്നും ആവശ്യം വരത്തില്ല. ഇത്രയും വാഹനാപകടങ്ങളും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം റോഡിലെ അപകടങ്ങൾ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് വിടുന്ന കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് റോഡ്
ഏതൊരു വ്യക്തിയും പൂർണ്ണമായ സുരക്ഷിതത്വത്തോടുകൂടി തിരിച്ചെത്തുമെന്നുകൊണ്ട് ഒരു യാതൊരു ഉറപ്പുമില്ല ഇന്നത്തെ ലോകത്തുണ്ടോ? ഇല്ല. ഡ്രൈവേഴ്സിന്റെ നിറഞ്ഞ പങ്കാളിത്തം പരിപാടി ശ്രദ്ധേയമാക്കി. കുളത്തൂപ്പുഴ പോലീസ് സബ് ഇൻസ്പെക്ടർ ബി അനീഷ്, ASI-മാരായ സൈഫുദ്ദീൻ, സജികുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. KSEB ഫൈബറിന്റെ പണി നടക്കുന്നതിനാൽ വ്യാഴാഴ്ച കേബിൾ സംപ്രേഷണം മുടങ്ങും. തെന്മല, ആര്യങ്കാവ് പഞ്ചായത്തുകളിൽ പൂർണ്ണമായും സംപ്രേഷണം മുടങ്ങുന്നതാണ്. വ്യാഴാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെ KSEB ഫൈബറിൽ പണികൾ നടക്കുന്നതിനാൽ കേബിൾ സംപ്രേഷണം ഉണ്ടായിരിക്കുന്നതല്ല. തെന്മല, ആര്യങ്കാവ് പഞ്ചായത്തുകളിൽ പൂർണ്ണമായും കേബിൾ സംപ്രേഷണം മുടങ്ങും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. റവന്യൂ മന്ത്രി അടൂർ പ്രകാശിനെതിരെ ദളിത് മുന്നേറ്റ സമിതി സംസ്ഥാന പ്രസിഡന്റും അരിപ്പ ഭൂസമര സമിതി നേതാവുമായ ശ്രീരാമൻ കൊയ്യോന്റെ രൂക്ഷ വിമർശനം. റവന്യൂ മന്ത്രി വൻകിട മൂലധന മാഫിയകളെയും റിസോർട്ട് മാഫിയകളെയും സഹായിക്കുന്നതാണ് ആക്ഷേപം. നെൽവയൽ തണ്ണീർത്തട നിയമങ്ങൾ അട്ടിമറിച്ചും റവന്യൂ ഭൂമിയും പാട്ടക്കാലാവധി കഴിഞ്ഞ തോട്ടം ഭൂമിയും വൻകിട മൂലധന ശക്തികൾക്കും റിസോർട്ട് മാഫിയകൾക്കും മറിച്ചുവിറ്റ് പൊതുഖജനാവിനു കോടികളുടെ നഷ്ടം വരുത്തിവെച്ച റവന്യൂ മന്ത്രി അടൂർ പ്രകാശിനെതിരെ CBI അന്വേഷണം വേണമെന്ന് ആദിവാസി ദളിത് മുന്നേറ്റ സമിതി പ്രസിഡന്റും അരിപ്പ ഭൂസമര സമിതി നേതാവുമായ ശ്രീരാമൻ കൊയ്യോൻ അഭിപ്രായപ്പെട്ടു. അടൂർ പ്രകാശ് എന്ന് പറയുന്ന കേവലം ഒരു കൊടുമൺ പ്ലാന്റേഷനിലെ അവിടുത്തെ സായിപ്പിന്റെ കീഴിൽ കേവലം ഒരു കാര്യസ്ഥനായിരുന്ന കുഞ്ഞിരാമനുണ്ടായ മകൻ. അദ്ദേഹം അഡ്വക്കേറ്റാണ്. അദ്ദേഹം കോടതി പോയിട്ടില്ല. സ്വന്തം മക്കൾക്ക് PG അഡ്മിഷൻ വേണ്ടി 50 ലക്ഷം രൂപ CPM ഭരിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജ് എണ്ണിക്കൊടുത്ത് നമ്മളൊക്കെ പത്രത്തിൽ കണ്ടതാണ്. ഇന്ന് കേരളത്തിൽ ഏതാണ്ട് 22 ബാറുകളുണ്ട്. അദ്ദേഹത്തിന് ഡിസ്റ്റിലറി ഉണ്ട്. നിരവധി ടൂറിസ്റ്റ് ഹോം, അടൂർ ടൂറിസ്റ്റ് ഹോം ഉൾപ്പെടെ ഉണ്ട്. ഈ പെട്രോൾ ബങ്കുകളുണ്ട്. എങ്ങനെയാണ് ഈ പെരിങ്കള്ളനായ ശ്രീ അടൂർ പ്രകാശിന് ഈ പൊതുരംഗത്ത് നിന്നിട്ട് ഇത്രയൊക്കെ സംവിധാനങ്ങളുണ്ട്? നിങ്ങൾ ആദ്യം അതന്വേഷിക്കുക. കൊയ്യോന്റെ കൂടെ അരിപ്പയിൽ വന്ന് കിടക്കുന്ന ആളുകൾ എന്തെങ്കിലും നിവർത്തിയുണ്ടെങ്കിൽ 5 സെന്റ് സ്വന്തമായിട്ട് കയറി കിടക്കാൻ കൊള്ളാവുന്ന ഭൂമിയുണ്ടെങ്കിൽ ഈ പറയുന്ന അമ്മമാർ ഈ കഴിഞ്ഞ 3 വർഷക്കാലത്തിലേറെ അവിടെ കിടക്കത്തില്ല. കൊടും മഴയും അതിലേറെ ആഞ്ഞു വീശുന്ന കാറ്റ്. കുടുംബാംഗങ്ങളെയും ഉറ്റവരെയും ബിനാമിയാക്കി വൻ സാമ്പത്തിക നേട്ടമാണ് മന്ത്രി ഉണ്ടാക്കിയത്. മന്ത്രിമാരുടെ കൊള്ളരുതായ്മകളെ ന്യായീകരിക്കുന്ന മുഖ്യമന്ത്രി എട്ടുകാലി മമ്മൂഞ്ഞിന്റെ റോളിലാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിന്റെ പൊതുസ്വത്തുക്കൾ മറിച്ചു വിൽക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രി ദളിതരുടെയും ആദിവാസികളുടെയും ഭൂമി ആവശ്യത്തോടും ഭൂസമരത്തോടും അവഗണന കാട്ടുകയാണ്. അരിപ്പ ഭൂസമരം ഒത്തുതീർപ്പ് നടപടി അട്ടിമറിച്ച റവന്യൂ പോലീസ് നടപടിക്കെതിരെ പുനലൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ADMS കൊല്ലം ജില്ലാ പ്രസിഡന്റ് V രമേശൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന നേതാക്കളായ PJ ജോസഫ്, T ശശി, CK തങ്കപ്പൻ, G ചന്ദ്രശേഖരപിള്ള, ഷീലാമ സാബു, ഗോപി മടക്ക തുടങ്ങിയവർ സംസാരിച്ചു. പുനലൂർ TVയുടെ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് പോലീസ് തടഞ്ഞു. സതിയമ്മ രാജേന്ദ്രൻ, S രാജേന്ദ്രൻ, K ശാന്ത, സിന്ധു മനോജ്, സുലേഖ ബിബി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. 100 കണക്കിന് ഭൂരഹിതരാണ് സമരത്തിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ LPGSന്റെ 127ാമത് വാർഷികം സംഘടിപ്പിച്ചു. SMC ചെയർമാൻ S ദീപുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. CBSE സിലബസിലും ICSE സിലബസിലും ഒക്കെ പഠിച്ചിട്ട് +1 ചേരാൻ വേണ്ടി എത്ര ആളുകളാണ് ഇപ്പോ നമ്മളെ സമീപിക്കുന്നത് എന്നറിയാം. അപ്പൊ ഇംഗ്ലീഷ് പഠിച്ചാൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ
എഴുത്തുകാരനെ പോലെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാൽ അതോടുകൂടി ജീവിതത്തിൽ എല്ലാമാകും എന്നുള്ള ഒരു തെറ്റായ ധാരണയിൽ നിന്ന് മലയാളി സമൂഹം മോചിതമായി വരികയാണ് എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. കാരണം നല്ലതുപോലെ പ്രവർത്തിക്കുന്ന സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികൾ ധാരാളമായി വന്നു തുടങ്ങി. സീനിയർ അസിസ്റ്റന്റ് കെ സുജാത റിപ്പോർട്ട് അവതരിപ്പിച്ചു. റവന്യൂ ജില്ലാ സബ് ജില്ലാ സാമൂഹ്യശാസ്ത്ര പ്രവൃത്തി പരിചയ കലോത്സവ വിജയികൾക്കും ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് നേടിയവർക്കും അനുമോദനവും എൻഡോമെന്റ് വിതരണവും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു അലക്സ് നിർവഹിച്ചു. പുനലൂർ AEO ആർ ഉണ്ണികൃഷ്ണൻ, വാർഡ് കൌൺസിലർ സുരേന്ദ്രനാഥ തിലകൻ, BRC പുനലൂർ BPO ഇൻചാർജ് ഷാനവാസ് ഖാൻ, പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടൈറ്റസ് സെബാസ്റ്റ്യൻ, റിട്ടയർഡ് ഹെഡ് മിസ്റ്റേഴ്സ് KB ഗീത, S സുനിൽ, P സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മജീഷ്യൻ RC ഡോൺ അവതരിപ്പിച്ച മാജിക് ഷോയും കുട്ടികളുടെ നൃത്തനൃത്യങ്ങളും വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. Pushpagreen Central School, Edaman 34. The school follows CBSE curriculum, most advanced and modern methods of teaching and learning, well-qualified teachers, fully fledged laboratory, modern computer lab, and a library. In Pushpagreen, happy kids, children play, learn and grow together. Bus facilities are available. Pushpagreen Central School, Edaman 34. Managed by Pushpagreen Educational and Charitable Trust. SMV Herbal Remedies Private Limited, കുന്നിക്കോട്. 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ, അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോട് കൂടിയ പ്രവർത്തനം, GMP ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. SMV Herbal Remedies Private Limited, കുന്നിക്കോട്. പറയാതെ ഞാൻ കാത്തിരുന്ന ദിവസം മറക്കാൻ കഴിയുന്നതല്ല. നീ എന്റേതായ നിമിഷം. പരിശുദ്ധമായ സ്വർണം ഓർമ്മകൾക്ക് കൂടുതൽ തിളക്കമേകുന്നു. പവിത്രം ജുവലേഴ്സ്, മാർക്കറ്റ് റോഡ്, പുനലൂർ. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോണ്ടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. ചാലിയക്കര എസ്റ്റേറ്റ് LP സ്കൂളിന്റെ 62ാമത് വാർഷികവും രക്ഷകർത്താ ദിനാഘോഷവും സംഘടിപ്പിച്ചു. തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ലൈലജ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് R ഗോപാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന വാർഷികാഘോഷ പരിപാടി തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ലൈലജ ഉദ്ഘാടനം ചെയ്തു. മുൻ വർഷങ്ങളിലൊക്കെ തന്നെ വ്യത്യസ്തമായ രീതിയിൽ നമ്മുടെ തെന്മല ഗ്രാമപഞ്ചായത്തില് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വിദ്യാഭ്യാസ നിലവാരം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാക്കുക. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിലെ സ്കൂളുകളുടെ ഒക്കെ തന്നെ ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നീ കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രധാനമായിട്ടും അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അടുത്ത ബഡ്ജറ്റിൽ നമ്മൾ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ തീർച്ചയായും ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ പച്ചക്കറി കൃഷി നമുക്കറിയാം. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് തിരിച്ച് വ്യത്യസ്തമായ രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ പച്ചക്കറി നമ്മുടെ ഈ സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പച്ചക്കറി ഉത്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ പച്ചക്കറി കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ജൈവ പച്ചക്കറി കൃഷിത്തോട്ടം നടത്തുന്ന ഒരു സ്കൂളാണ് നമ്മുടെ ചാലിയക്കരയിലേത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ മൊത്തത്തിൽ നമ്മൾ അതുപോലെ ജൈവ പച്ചക്കറി കൃഷിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ആവിഷ്കരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കറിയാം ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും
നമ്മുടെ ഇവിടെ എത്തുന്ന നമ്മുടെ കേരളത്തിലേക്ക് നമ്മളിപ്പോൾ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. സ്റ്റാഫ് സെക്രട്ടറി കെ ബിന്ദുകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചാലിയക്കര എസ്റ്റേറ്റ് യു പി സ്കൂൾ മാനേജർ കെ എസ് പ്രതാപചന്ദ്രൻ അവാർഡ് വിതരണം നിർവഹിച്ചു. പുനലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആർ ഉണ്ണികൃഷ്ണൻ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. സി ബി വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂളിലെ റിട്ടയർഡ് ഹെഡ് മിസ്ട്രസ് ജി അംബിക അനുമോദന പ്രസംഗം നടത്തി. തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ ഗോപിനാഥപിള്ള, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുംതാസ് ഷാജഹാൻ, BRC ട്രെയിനർ എസ് ദീപ, ഇടമൺ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജേക്കബ് പി ജോർജ്, ജി ഗിരീഷ് കുമാർ, മാതൃസമിതി പ്രസിഡന്റ് എ അനിത തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും അടക്കം നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇനി ഭയം കൂടാതെ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാം. സ്ത്രീ സൗഹൃദ ഓട്ടോ നിർഭയ അഞ്ചലിൽ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ പി റെജി അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ചൂഷണവും അതിക്രമവും ഒഴിവാക്കുക, യാതൊരു ഭയവും കൂടാതെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏത് സമയത്തും ഓട്ടോയിൽ യാത്ര ചെയ്യാൻ കഴിയുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ആരംഭിച്ച സ്ത്രീ സൗഹൃദ ഓട്ടോ നിർഭയ പൊതുനിരത്തിൽ ഓടിത്തുടങ്ങി. തുടക്കത്തിൽ 37 ഓട്ടോകളാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട് ഓടിത്തുടങ്ങുന്നത്. ചില ഓട്ടോക്കാർ ചെയ്യുന്ന ദുഷ്പ്രവർത്തികളുടെ ഫലമാണ് മറ്റു ഓട്ടോക്കാർക്കും ദുഷ്പേര് കേൾക്കേണ്ടി വരുന്നതെന്നും ഇനി മുതൽ ഈ ഓട്ടോറിക്ഷയിൽ കയറുന്നത് സ്വന്തം സഹോദരിയോ മകളോ അമ്മയോ ആണ് എന്ന ധാരണയിലാകണം നിർഭയയിലെ ഓട്ടോ ഡ്രൈവർമാർ പെരുമാറേണ്ടതെന്നും പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ റെജി അബ്രഹാം ഓർമ്മിപ്പിച്ചു. ഏതൊരു സ്ത്രീക്കും ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീക്കും എത്ര അപരിചിതനാണെങ്കിലും തീരെ ധൈര്യത്തോടുകൂടി തന്റെ അടുത്തോടുകൂടി വന്ന് വളരെ ഇതായിട്ട് വളരെ സ്വന്തം സഹോദരനോട് പറയുന്ന പോലെ സ്വന്തം സഹോദരന്റെ അടുത്ത് ആവശ്യപ്പെടുന്ന പോലെ തന്നെ ഈ സ്റ്റിക്കറുകളുണ്ട് നിങ്ങളുടെ അടുത്ത് ആവശ്യപ്പെടാൻ പറ്റും. നിങ്ങൾ അതിന് എന്റെ സഹോദരിയാണ് അല്ലെങ്കിൽ എന്റെ അമ്മയാണ് ഇതിന് യാത്ര ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്റെ ഒരു മോളുടെ സ്ഥാനമുള്ള കുറിച്ചാണ് ഇത് യാത്ര ചെയ്യുന്നത്. ആ ഒരു കാഴ്ചപ്പാടിൽ ഈ ഓട്ടോ ഈ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന ഓട്ടോയിൽ നിങ്ങൾക്ക് ഈ സ്ത്രീകളോട് പെരുമാറാൻ സാധിക്കണം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. നെല്ലിപ്പള്ളി ഗവൺമെന്റ് LP സ്കൂളിന്റെ വാർഷികാഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വി സജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പൊതുസമ്മേളനം പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിപുലമായ ഒരു പ്രവർത്തന പരിപാടി തയ്യാറാക്കി തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങളത് കർമ്മപഥത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും. സ്വാഭാവികമായും ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഭാവനാപൂർണമായി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഏറ്റവും കാര്യക്ഷമമായി അത് നടപ്പാക്കുകയും കൂടുതൽ കുട്ടികളെ ആകർഷിക്കുകയും ചെയ്യുന്ന സ്കൂളുകളെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രത്യേകിച്ച് പ്രൈമറി സ്കൂളൊക്കെയാണ് ഞങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രധാനപ്പെട്ട സ്കൂളുകൾ. ആ സ്കൂളുകളെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും വളരെ ആത്മാർത്ഥമായിട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. സ്കൂൾ ഹെഡ് മിസ്ട്രസ് KN സബീന സ്വാഗതം പറഞ്ഞു. നൃത്തസന്ധ്യ സിനിമാ സംവിധായകൻ MA നിഷാദ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ K പ്രഭ അവാർഡ് ദാനം നിർവഹിച്ചു. പുനലൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ R ഉണ്ണികൃഷ്ണൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാബു അലക്സ്, പുനലൂർ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജി നാഥ്, പുനലൂർ നഗരസഭാ കൌൺസിലർമാരായ സബീന സുധീർ, ഗ്രേസി ജോൺ, പുനലൂർ DEO K ആനന്ദകുമാർ, പുനലൂർ നഗരസഭ മുൻ വൈസ് ചെയർമാൻ PA അനസ്, സീനിയർ അസിസ്റ്റന്റ് A ബിനി, പുനലൂർ SN കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ P കൃഷ്ണൻകുട്ടി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ബാബു കുര്യൻ, സംഘടനാ സെക്രട്ടറി A ഷാനവാസ്, നെല്ലിപ്പള്ളി റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് N മുരളീധരൻ പിള്ള, റോട്ടറി ക്ലബ് പ്രസിഡന്റ് PT ചന്ദ്രബാബു, S ശ്യാമള തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും പൂർവ്വ വിദ്യാർത്ഥികളും അടക്കം 100 കണക്കിന് ആളുകൾ വാർഷികാഘോഷത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി സ്വർണ്ണം വെള്ളി നിരക്ക്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂരിൽ സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് K രാജു LDF സ്ഥാനാർത്ഥി. UDF BJP സ്ഥാനാർത്ഥികൾ ആരെന്ന് തീരുമാനമായില്ല.
റവന്യൂ മന്ത്രി അടൂർ പ്രകാശിനെതിരെ ദളിത് മുന്നേറ്റ സമിതി നേതാവിന്റെ രൂക്ഷ വിമർശനം. റവന്യൂ മന്ത്രി വൻകിട മൂലധന മാഫിയകളെ സഹായിക്കുന്നതായും ആക്ഷേപം. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഇനി ഭയം കൂടാതെ ഓട്ടോയിൽ യാത്ര ചെയ്യാം. അഞ്ചലിൽ നിർഭയ പദ്ധതിക്ക് തുടക്കമായി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ